ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വരുന്ന ജലദോഷവും അതുപോലെ തന്നെ ചുമയൊക്കെ ആരംഭത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തുളസിയില എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കതിർപ്പ് നമുക്കിതുപോലെ ഒന്ന് അടർത്തിയെടുക്കാം. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്യണം. ഇപ്പം മഴയൊക്കെ വരുന്ന സമയമായതുകൊണ്ട് അതിൽ കുഞ്ഞു പ്രാണികളും ചിലന്തികളും ഒക്കെ കാണും. അങ്ങനെ അതൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം കേട്ടോ നമ്മളുടെ ഈ ഒരു സിറപ്പിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയ ഇലകൾ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചധികം വീഡിയോസ് നമ്മളുടെ കഫക്കെട്ട് പോകാനും ജലദോഷം കുറയ്ക്കാനും അതുപോലെ തന്നെ ചുമ മാറാനും ഒക്കെ ഉള്ളതിട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ നമ്മുടെ എന്താ പറയുക, നല്ല ആ നീര് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഇല നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് ചതച്ച് അതിൻ്റെ നീരെടുക്കാം. നമ്മൾ ഈ ഹോം റെമഡികളൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ചെറിയൊരു ജലദോഷം തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ല കുറച്ചധികം എന്താ പറയുക, അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞിട്ട് നമുക്കിതുപോലത്തെ ഹോം റെമഡികളൊക്കെ ചെയ്താൽ അതിൻ്റെ ഫലം കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ നമുക്ക് ആരംഭത്തിൽ തന്നെ ഇതുപോലുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് അതൊന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറുതേനാണ്. അപ്പം തുളസി നീര് എത്രയാണോ അതിൻ്റെ അളവിൽ തന്നെ നമുക്ക് ചെറുതേനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കഫ് സിറപ്പാണ്. ധൈര്യമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അപ്പം ആ ഒരു കഫക്കെട്ടൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതായത് മഞ്ഞ നിറത്തിലുള്ള കഫമൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം കൊടുക്കാം. തീരെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കണ്ട കേട്ടോ. 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഉള്ള കുട്ടികൾക്ക് കൊടുത്താൽ മതിയാകും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. താങ്ക്